പിതാവിന്റെ ദുഃഖത്തിന് അറുതി വരുത്തണമെന്നുവച്ച ഗംഗാദത്തൻ മന്ത്രിമാരെയും കൂട്ടി യമുനാ തീരത്തുള്ള ദാശമുഖ്യന്റെ വീട്ടിൽ ചെന്ന് അയാളുമായി സംസാരിച്ചു. നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങളുടെ പുത്രിയിൽ എൻ്റെ പിതാവിനുണ്ടാകുന്ന കുട്ടിക്ക് രാജ്യാവകാശം കൊടുക്കാം. എനിക്കു രാജ്യമൊന്നും വേണ്ട. ദേവവ്രതന്റെ വാക്കുകൾ കേട്ട മുക്കുവൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങേക്ക് രാജ്യാവകാശം വേണ്ടെന്ന വസ്തുത ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഭാവിയിൽ അങ്ങ് വിവാഹം കഴിച്ചുണ്ടാകുന്ന സന്തതികളും എൻ്റെ പുത്രിയുടെ സന്തതികളും തമ്മിൽ രാജ്യാവകാശത്തിന് വേണ്ടി ഒരു വഴക്കുണ്ടായാൽ എൻ്റെ പുത്രിക്കുണ്ടാകുന്ന കുട്ടിക്ക് തന്നെ രാജ്യാവകാശം ലഭിക്കുമെന്ന് എന്തുറപ്പാണുള്ളത്? ദാശമുഖ്യന്റെ ചോദ്യം കേട്ട ദേവവ്രതൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. എന്തു വില കൊടുത്തും അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെന്നുറച്ച ദേവവ്രതൻ മുക്കുവനോട് പറഞ്ഞു, ഹേ ദാശമുഖ്യൻ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. നിങ്ങളുടെ ആശങ്ക തീർക്കുവാൻ ഞാനിതാ ഈ പ്രപഞ്ചം മുഴുവൻ സാക്ഷിയാക്കി ശപഥം ചെയ്യുന്നു. ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. ഈ നിമിഷം മുതൽ ഞാൻ നിത്യബ്രഹ്മചാരിയായി ജീവിക്കുന്നതാണ്. പിതാവിൻ്റെ ആഗ്രഹനിവൃത്തിക്ക് ഇത്തരത്തിലുള്ള ഭീഷ്മമായ ശപഥം ചെയ്യുകയാൽ ദേവവ്രതൻ അന്നു മുതൽ ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി.